ബാലകൃഷ്ണൻ മാങ്ങാടിനെ കുറിച്ച് 2006 ഏപ്രിൽ 8 പ്രസിദ്ധീകരിച്ചത് ഒരു പുസ്തകം ബാല. ഇത് ബാലകൃഷ്ണൻ മാങ്ങാട് സ്മാരക സമിതി കാഞ്ഞങ്ങാടാണ്. ഇതിലാണ് ബാലകൃഷ്ണൻ്റെ ജീവിതം, ബാലകൃഷ്ണൻ്റെ സുഹൃത്തുക്കളുടെ, ബാലകൃഷ്ണൻ മാങ്ങാടിനെ കുറിച്ചും പറയുന്ന ഒരു വിലയേറിയ ഒരു പുസ്തകമാണ്. നമ്മുടെ ഇതിൽ പ്രസിദ്ധ സാഹിത്യകാരനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എഴുതാനുള്ളതിൽ പലതും പൊതുവായനക്കാർക്ക് താല്പര്യമുള്ളതാവുകയുമില്ല. സ്വകാര്യ ദുഃഖം ആരും മരിച്ചിട്ടില്ല എന്ന് കരുതുകയാണ് സ്വയം ആശ്വസിപ്പിക്കാൻ ഞാൻ ചെയ്യാറ്. മരിച്ചു എന്നതൊന്നും വെറും തോന്നലാണ്. കണ്ണിന് മുന്നിൽ കാണുന്നില്ലെങ്കിൽ എന്ത്, കണ്ണടച്ചാൽ കാണാം. ഇത് പ്രസിദ്ധ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് അക്ഷരപ്രതി ശരിയാണ്. എനിക്ക് ഈ ഇത്തരത്തിലൊരു ചെറിയ ഒരു ഇത് ഞങ്ങളുടെ ഈ ചാനലിൽ വരാൻ തോന്നാൻ തന്നെ കാരണം, അംബികാസുധൻ എന്നുള്ള എഴുത്തുകാരനെ ഓർക്കുമ്പോൾ ബാലകൃഷ്ണൻ മാങ്ങാടിനെ ഓർക്കുന്നു. പിന്നെ വടക്കൻ ഭാഷയിലെ പ്രകൃതി സൗന്ദര്യം മറ്റെല്ലാം ചേർത്ത് മലയാള സാഹിത്യത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ബാലകൃഷ്ണൻ മാങ്ങാടാണ്. അതിനെക്കുറിച്ചും ഇതിലൊരു പരാമർശം ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ തന്നെ ഒരു എഴുത്തിൽ കാണാം. അതിൻ്റെ ഹെഡിങ് വടക്കൻ ഭാഷയും എൻ്റെ എഴുത്തും എന്നാണ്. അത് ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, OP ജോസഫ് എന്നുള്ളൊരു വ്യക്തി, ഭൂമിയുടെ കണ്ണ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് നല്ലൊരു സാധനമാണ്, പക്ഷേ നിങ്ങളുടെ മുടിഞ്ഞ നാട്ടുഭാഷയുണ്ടല്ലോ, അതെന്നെ കുഴപ്പിക്കുന്നു. അപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞത്, എൻ്റെ ഗ്രാമത്തിൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ ഗ്രാമഭാഷ എനിക്ക് അടർത്തി മാറ്റാനാവില്ല. ഗ്രാമഭാഷയും ഗ്രാമകഥയും പരസ്പരം പൂരകമാണ്. ഭാഷ മാറ്റിയാൽ കഥ പോയി. എന്നാൽ എന്നെപ്പോലുള്ള ചെക്കർക്ക് മനസ്സിലാക്കാൻ ടിപ്പണിയെങ്കിലും കൊടുത്തുകൂടെ? മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇത്രയും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് അവരുടെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. വള്ളുവനാടൻ്റെ ഭാഷയും മറ്റും ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിലാണ് ബാലകൃഷ്ണൻ മാങ്ങാട് കാസർഗോഡൻ ഭാഷ തൻ്റെ കഥകളിൽ ഉൾക്കൊള്ളിച്ചു വന്നത്. അതിനെക്കുറിച്ച് പലരും അന്ന് കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായെങ്കിലും അത് മാറ്റാതെ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രചോദിപ്പിച്ചു വന്നു. പിന്നെ UA ഗാഥറെ പോലുള്ളവർ, ഇപ്പോൾ അംബികാസുധൻ മാങ്ങാട് ഇങ്ങനെ വന്നു. ഇപ്പോൾ സിനിമകളിലും ഭാഷകളിലും കഥകളിലും സാഹിത്യത്തിലും എല്ലാം ഇത് ധാരാളം വരാനും ഒരു അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും മനസ്സിലാവാനും കഴിഞ്ഞു. ഇനി ബാലകൃഷ്ണൻ മാങ്ങാടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുജനുമായി ചെറിയൊരു സംഭാഷണം. നമസ്കാരം. ചാനൽ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിൽ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ ഏട്ടൻ്റെ കഥകളൊക്കെ വായിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. കുങ്കുമത്തിലായാലും മലയാളം കാണില്ല കേട്ടത്. അപ്പം ഇപ്പോഴധികം എൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച്, അതായത് ബാലകൃഷ്ണൻ മാങ്ങാട് കഥകളെ കുറിച്ചുള്ള ചർച്ചകളോ ഓൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അധികം കാണാറില്ല എന്നതാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഈ കാഞ്ഞങ്ങാടോ അവിടെയൊക്കെ ഈ സമ്മേളനങ്ങളോ അനുസ്മരണങ്ങളോ ഉണ്ടോ എന്നുള്ളത് വൈക്കത്തിരിക്കുന്ന എനിക്ക് അത് അറിയപ്പെടാനുള്ള, അപ്പം എല്ലാ രംഗങ്ങളും അങ്ങനെ തന്നെയാണോ അതിലെവിടെ ഒരു സംഭവം എന്നുള്ളത് അറിയിക്കാന്നുള്ളതാണ്.
അപ്പം ഈ പിന്നെ DM ഗഫൂർ മാഷ്, പിന്നെ അപ്പുക്കുട്ടൻ ഇത്യാദികളൊക്കെ മറ്റേ അംബികാസുരന്റെ സാഹിത്യ ജീവിതത്തില് ഒരു പ്രചോദനം തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വായിക്കുകയുണ്ടായി. ഗഫൂർ മാഷും ആരായാലും ശരി, അപ്പുക്കുട്ടൻ മാഷല്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കഥ എഴുതിയിട്ടുണ്ട്. അത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു മനസ്സിനുള്ളിലായി കുറെ സ്കൂളിൽ പോവാതെ ഇരുന്നു എന്നൊക്കെയുള്ള ഞാൻ വായിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ജ്യേഷ്ഠന്റെ കഥകൾ എഴുതുന്ന കാലഘട്ടത്തില് ഒരു എഴുതാറുണ്ട്. അത് വായിക്കാൻ ഇടയുണ്ടായിട്ടുണ്ടോ, അത് പ്രചോദനമായിട്ടുണ്ടോ? ഈ 3 വ്യക്തികളെ കൂടാതെ, അതായത് ഗഫൂർ മാഷ്, ഈ ഏട്ടൻ്റെ ഈ കഥ എഴുതിക്കൊണ്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അനിയൻ എന്നുള്ളത് പിന്നീട് വരിക, അഥവാ സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കണ്ടുവന്നിട്ടുണ്ട്. സാഹിത്യ രംഗത്ത് അപൂർവത ഒരു സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ മാങ്ങാട് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനായിരുന്നു. അതുപോലെ കഥയും നോവലും എഴുതുന്നതിനും വളരെ പ്രശസ്തനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വന്നിട്ടുള്ളൊരു വലിയൊരു നിർഭാഗ്യം എന്ന് പറയുന്നത്, പത്രപ്രവർത്തകരായ എഴുത്തുകാരൊക്കെ അദ്ദേഹത്തെ എഴുത്തുകാരനായിട്ട്, സാഹിത്യകാരനായിട്ടാണ് കണ്ടത്. സാഹിത്യകാരന്മാർ അദ്ദേഹത്തെ പത്രപ്രവർത്തകനായിട്ട് കണ്ടു. അതുകൊണ്ട് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തോ സാഹിത്യ രംഗത്തോ നൽകിയ സംഭാവന വേണ്ട പോലെ വിലമതിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഭൂമിയുടെ കണ്ണ് എന്ന് പറയുന്ന ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ നോവൽ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ്. പക്ഷേ വേണ്ടത്ര പഠനങ്ങൾ അതിന് വന്നിട്ടില്ല. ഇപ്പോൾ സമദൂരങ്ങൾ പോലെയുള്ള ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ കഥകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകൾ ബാലകൃഷ്ണൻ മാങ്ങാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതും വേണ്ട പോലെ വിലമതിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാനൊക്കെ എഴുത്തിലേക്ക് പതുക്കെ പിച്ച വെച്ച് തുടങ്ങുന്ന കാലത്ത് തന്നെ ബാലകൃഷ്ണൻ മാങ്ങാട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ കഥകൾ എഴുതുന്നുണ്ട്. മലയാള നാട്ടിൽ തുടർച്ചയായിട്ട് ഒരു നോവൽ തീരുമ്പോഴും ഒരു നോവൽ എന്നുള്ള നിലയിൽ നോവലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു ബാലകൃഷ്ണൻ മാങ്ങാടിൻ്റെ എഴുത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഞങ്ങളുടെ നാട്ടുകാരായ കുറേ എഴുത്തുകാർ വരുന്നത്. അപ്പം അദ്ദേഹം ഞങ്ങൾക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട് പല തരത്തിലും. കാസർഗോഡിൻ്റെ ഭാഷ ഏറ്റവും ഉപയോഗിച്ചത് അദ്ദേഹമാണ്. ധൈര്യത്തോടെ ഉപയോഗിച്ചു. പുകയിലപ്പാടങ്ങളുടെ വേദന എന്നുള്ളതാണ് വളരെ ഒരു ഇതുള്ളത്. രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഡിഗ്രിക്കാരൻ വന്ന് ഒരു സ്കൂൾ, അതായത് വിദ്യാഭ്യാസം തീരെ നിരോധിക്കപ്പെട്ട ഒരു മേഖലകളിൽ വന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് പരിശ്രമം നടക്കാതെ പോയി അദ്ദേഹം തിരിച്ചു പോവുകയാണല്ലോ, അല്ലെ? ആ നോവലിൽ അങ്ങനെയാണ്. ഞാനത് വായിച്ചിട്ടുണ്ട്. എനിക്ക് അത് വളരെ ഇതായിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ലാൻഡ്സ്കേപ്പ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചവരാണ്. പിന്നെ ഈ പുകയില കൃഷിക്കാരുടെ പശ്ചാത്തലം തന്നെ ഈ കാര്യങ്ങൾ ആരും എഴുതിയില്ല. ആ കൃഷിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു നോവൽ. ഇതൊക്കെ എൻ്റെ ബാല്യകാലത്തും എൻ്റെ ഈ മലയാളം നടന്ന് വായിക്കുമ്പോൾ കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ബാലകൃഷ്ണൻ മാങ്ങാട് എന്നുള്ളത് എൻ്റെ മനസ്സിനുള്ളിൽ ഇപ്പോൾ വന്നത്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് സിനിമ ഒരു മേഖലയിലേക്ക് പോയോടുകൂടിയിട്ടല്ലേ? സിനിമ ഉണ്ടായിരുന്നു. ഒരുപാട് വർക്ക് ചെയ്തെന്ന് പറയാനില്ല. അദ്ദേഹത്തിന്റെ ജാലകങ്ങളിൽ സൂര്യൻ എന്നുള്ള നോവലാണ് ചാമരം എന്ന പേരിൽ ഭരതൻ ചെയ്യുകയും അതിൽ മലയാളത്തിൽ ഹിറ്റ് സിനിമയായിട്ട് മാറുകയും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ് സമ്മോഹനം എന്ന പേരിൽ പത്മകുമാർ സംവിധാനം ചെയ്യുകയും 14 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായതല്ലാതെ സിനിമയിൽ ഒരുപാട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ വിവിധ മേഖലകളിൽ ചെതറി കിടന്നതുകൊണ്ട് ആണ് ഒരു ഇതിലായിട്ടുള്ള അംബികാസുധനാമത്തെ ചെറുകഥ, ഈ നോവൽ, ഈ ഒരു ഇത് പരിതസ്ഥിതി, ഇത്രയും വിഷയങ്ങളിൽ മാത്രം ഇതായതുകൊണ്ട് കുറച്ചുകൂടി അറിയാതായി. മറ്റേ നേരത്തെ പറഞ്ഞ മാതിരി പത്രപ്രവർത്തനം, സിനിമയിലുള്ളത്, സിനിമാ മേഖലയിൽ സിനിമാ പത്ര പ്രവർത്തനങ്ങള് ഇത്യാദി കാര്യങ്ങളെല്ലാം കൂടി ആയതുകൊണ്ടും അതിനിടയിൽ വരുന്ന ശ്രദ്ധകളാണ്. ബാലകൃഷ്ണൻ മാങ്ങാട് എന്ന സാഹിത്യകാരനെ കുറിച്ചുള്ള അനുസ്മരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അടുത്ത ലക്കത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അംബികാസുധൻ മാങ്ങാടുമായി കുറച്ചു നേരം ഒരു സൗഹൃദം നിങ്ങൾക്ക് കാണാം.